ഇപ്പോൾ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഇത് തങ്ങളിലെ. അപ്പോൾ അത് നമ്മളൊരു ഇച്ചിരി കൂടിപ്പോയി അത് അപ്പുറത്തെ കണ്ടെത്തി കിടക്കും. അതെപ്പോഴും പാടുമ്പോൾ ഓർമ്മ വേണം. തബല മാറ്റി അവരിപ്പോ മൃദംഗം എടുത്തു തന്നെ നേരെ. അല്ല എടുത്ത് പാച്ചു എടുത്ത് വായിച്ചില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ എവിടെ എന്റെ റവ കുഴച്ചിപ്പ അടിച്ചു സെറ്റാക്കിയാണ്. എവിടെ എൻ്റെ റവ? എവിടെ എന്റെ റവ? അല്ല പാർവതി ചെട്ടി പാർവതി മനസ്സിലായത് എന്തുവാ പാർവതി അതെന്താ റവ? പാർവതി അങ്ങനെ? റവ എവിടെ ഞാൻ എന്റെ റവ? പറഞ്ഞത്. എന്ന് പറഞ്ഞത് എനിക്ക് വേണമെങ്കിൽ മൈദ എന്ന് പറയാറുണ്ടല്ലോ. അരി അല്ല അരി എന്ന് പറയാം. ഞാൻ എന്തിനാ റവ എന്ന് പറഞ്ഞു? എന്താണ് അത്? നമ്മുടെ പാച്ചുവിനെ നോക്കി ഉപ്മാവ് ഉണ്ടാക്കാനാണ്. അതെന്തായാലും പറയാൻ പറ്റില്ല. അറിയാമോ പാർവന്? അതെ നൈറ്റ് അതാണ്. അല്ല എന്തിനാ ഞാൻ എന്തിനാണ് പാച്ചു അത് ചേട്ടൻ്റെ പറഞ്ഞത്? അടുത്ത് ഇങ്ങനെ എവിടെ എന്റെ റവ എന്ന് പാച്ചു ചോദിച്ചു എന്ന് പറഞ്ഞത്? അത് അതിന്റെ കാര്യം റവയുടെ കാര്യം പാച്ചുവിനോട് ചോദിക്കാനുള്ള കാരണം എന്ത്? എന്ത് പാച്ചുവിനും റവയ്ക്കും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞില്ല റിലേറ്റ് പാച്ചു ആൻഡ് റവ. മൃദംഗം എടുത്ത് ഇപ്പൊ റവ കുഴച്ചിപ്പം എന്താ എന്തോ ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ. പാറു, ഈ മൃദംഗത്തിന്റെ ഇടംതലയിൽ പണ്ട് മുതലുള്ളത്, ഇപ്പം മറ്റേ ചോറിട്ട് വെക്കുന്നുണ്ട്, റവ കുഴച്ചിട്ടായിരുന്നു പണ്ട് ഒട്ടിച്ചിരുന്നത്. ഒട്ടിച്ചാണ് തക്കത്തും ഈ തുമ്പായിരുന്നത്. അപ്പം അത് കുറേ റവ മേടിച്ചിട്ടുള്ള മനുഷ്യനാ പാച്ചു. റവ പാച്ചു എന്നാണ് അവിടെ അറിയപ്പെടുന്നത്.